ഒരു 20-21 വയസ്സാകുമ്പോഴത്തേനും ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ അതെന്തോ വലിയ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന ചില മാതാപിതാക്കൾ ഇപ്പോഴും ഉണ്ട്. ജനറലായിട്ട് പറയല്ല, ചിലവർ. പക്ഷെ ഒരു കാര്യം ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ, ഈ ഒരു മെച്യൂരിറ്റി വരുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു 24-25 വയസ്സാണ്. അപ്പോൾ ഈ 21 വയസ്സിൽ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചിലരുടെ ലൈഫ് ഭയങ്കര അടിച്ചമർത്തപ്പെടുകയാണ്. അതായത് അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും, അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കും. പക്ഷെ അതൊന്നും നമുക്ക് പുറത്തെടുക്കാൻ പറ്റാതെ അവരെ ലൈഫ് അങ്ങ് ഒരു ഫാമിലി ലൈഫിലേക്ക് മാത്രം ഒതുങ്ങി അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലവരും അങ്ങനെയല്ലായിരിക്കാം, എന്നാലും അങ്ങനെയുള്ള ഫാമിലീസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ, രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. ഈ കുട്ടികൾക്ക് താല്പര്യമുണ്ടോ ഇല്ലേ, ഇങ്ങനൊരു കല്യാണത്തിന് ഇതുണ്ടോ, അവർ പ്രിപ്പയർഡാണോ, അവർ മാനസികമായി തയ്യാറെടുക്കുന്നുണ്ടോ എന്ന് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അവർക്കും ഉണ്ടാകും സ്വപ്നങ്ങൾ, അവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങൾ. എന്ന് കരുതി കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചാൽ അതൊരു തെറ്റാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനൊരു ഏജ് ലിമിറ്റ്, അതായത് ഒരു ഏജ് ഒരു 20-21 അല്ല. അപ്പോഴത്തേനും നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഇമോഷണൽ അതൊന്നും ഗ്രോ ചെയ്തിട്ടുണ്ടാവില്ല. കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 24 ഇയേഴ്സൊക്കെ കഴിയണം. അതുപോലെ അവരെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കുറേ പേര് പറയില്ലേ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് തീരുമാനിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ കുട്ടികളുണ്ട്. അതേപോലെ ആ തീരുമാനത്തിനെ രക്ഷിതാക്കൾ സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് അതായത് രക്ഷിതാക്കൾക്ക് ഉറപ്പായിട്ടും മക്കളുടെ സന്തോഷം കാണൽ തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ അവരുടെ സന്തോഷം കാണുന്നുണ്ടെങ്കിൽ അവരുടെ കൂടി സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യുക.